മൂന്നാം പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ. വോട്ടിംഗ് മെഷീനിലെ കൺട്രോളിംഗ് യൂണിറ്റിന്റെ ചുമതല നൽകിയിരിക്കുന്നത് മൂന്നാം പോളിംഗ് ഓഫീസർക്കാണ്. അദ്ദേഹം സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് തന്നെ ഇരിക്കേണ്ടതും സെക്കൻഡ് പോളിംഗ് ഓഫീസർ നൽകിയ വോട്ടർ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ സമ്മതിദായകനെ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതുമാണ്. വോട്ടർ സ്ലിപ്പ് സീരിയൽ നമ്പർ ക്രമത്തിലാണ് സൂക്ഷിക്കേണ്ടത്. രണ്ടാം പോളിംഗ് ഓഫീസർ ഇൻഡെലിബിൾ ഇങ്ക് സമ്മതിദായകന്റെ വിരലിൽ പതിച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി മൂന്നാം പോളിംഗ് ഓഫീസർ ഉറപ്പിക്കേണ്ടതും കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തേണ്ടതുമാണ്. അതിനുശേഷം സമ്മതിദായകനെ ബാലറ്റ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുള്ള വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് തങ്ങളുടെ സമ്മതിദാനം വിനിയോഗിക്കുന്നതിനായി നിർദ്ദേശിക്കേണ്ടതാണ്. എന്നാൽ ഇൻഡെലിബിൾ ഇങ്ക് മായ്ക്കപ്പെടുകയോ രേഖ പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ വീണ്ടും വിരലിൽ മഷി പുരട്ടുവാൻ നിർദ്ദേശിക്കാവുന്നതാണ്. ഒരുപക്ഷെ മൂന്നാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റ് അമർത്തിയതിനു ശേഷം തങ്ങളുടെ സമ്മതിദാനം ചെയ്യുന്നതിൽ നിന്നും വോട്ടർ വിട്ടുനിൽക്കുകയാണെങ്കിൽ അടുത്ത സമ്മതിദായകനോട് വോട്ട് രേഖപ്പെടുത്തുവാൻ നിർദ്ദേശിക്കേണ്ടതുമാണ്. എന്നാൽ വോട്ട് ചെയ്യുവാൻ വിസമ്മതിച്ചത് പോളിംഗ് ദിനത്തിലെ അവസാനത്തെ സമ്മതിദായകൻ ആണെങ്കിൽ മൂന്നാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം വിവിപാറ്റും ബാലറ്റ് യൂണിറ്റും ഡിസ്കണക്ട് ചെയ്യേണ്ടതും തുടർന്ന് കൺട്രോൾ യൂണിറ്റ് ഓണാക്കുമ്പോൾ ബിസി ലാമ്പ് ഓഫാവുകയും ക്ലോസ് ബട്ടൺ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നതിനാൽ പോളിംഗ് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.